ഇന്ന് എന്റെ മുമ്പിൽ വരുന്ന പാരന്റ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കഥയാണ്, സർ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയില്ലെങ്കിൽ കരിയർ സക്സസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരു ബിസിനസ് അനലിസ്റ്റ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ച്വൽ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് വരുന്നത്. ഇതുപോലെ എഞ്ചിനീയറിംഗ് മേഖല അല്ലാതെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ആയാൽ മാത്രമേ ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി പല പാരന്റ്സും എൻ്റെ അടുത്ത് പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. ജനറലി നമുക്ക് പറ്റുന്ന നമ്മുടെ കരിയർ സ്യൂട്ടബിലിറ്റി എന്ന് പറയും, അതായത് നമുക്ക് എന്ത് പണിയാണ് ലൈഫിൽ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ്സോട് കൂടി ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കി ആ കരിയറിലേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒരു കരിയർ എക്സ്പെർട്ടിനെ കണ്ടാൽ കൃത്യമായി നമ്മുടെ കരിയർ സ്യൂട്ടബിലിറ്റി അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു കരിയറിലേക്ക് എത്താൻ സാധിക്കും.